ഈ വെക്കേഷനിൽ നല്ല കുറച്ച് ഓർമ്മകൾ അതിലേക്കാണ് ഈ യാത്ര കേട്ടോ. 4 ദിവസത്തേക്ക് പൊന്നാനി പോവാണ്. അവിടെയാണ് എൻ്റെ തറവാട്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. കസിൻസും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ താമസിക്കണം. അതാണ് ഉദ്ദേശം. ഒരു ഓർമ്മ പുതുക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. പണ്ടൊക്കെ കല്യാണം കഴിയണ വരെ എല്ലാ കൊല്ലം നമ്മളിങ്ങനെ പോകാറുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷം ആർക്കും അങ്ങനെ സാധിക്കാറില്ല. ഇപ്പോൾ സമയം എല്ലാവരും ഒത്തു വന്നു. അങ്ങനെ പോവാണ് കേട്ടോ. എന്താ പറയുക, കൂട്ടുകുടുംബത്തിൽ ജനിച്ച് വളർന്നതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒന്നിച്ചിട്ടുള്ള ഭക്ഷണം, ഒന്നിച്ചിട്ടുള്ള താമസം, ഒന്നിച്ചിട്ടുള്ള ടോയ് എല്ലാം ഒന്നിച്ച് തന്നെയായിരുന്നു. അതൊരു എന്താ പറയുക 90s പാരൻസിൻ്റെ ഒരു പ്രിവിലേജ് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. നമ്മുടെ ജനറേഷൻ അതൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾ അത് ഫീൽ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് അച്ഛനും അമ്മയും പണ്ട് എങ്ങനെയായിരുന്നു, അവർ വെക്കേഷൻ ഇതൊക്കെ ചെയ്തിരുന്നു ഒക്കെ അവർ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇവർക്ക് ഇത് ഈ ഒരു കുട്ടികളും 2 കുട്ടിയൊക്കെ ഉള്ള വീടുകളിൽ ശരിക്കും അത് ഒരു എന്താ പറയുക, ആ ഒരു കോമൺ ആയിട്ടുള്ള സംഭവം അത് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ മോൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തും കൂടി പോയതാണ് കേട്ടോ. ശരിക്കും ആ 4 ദിവസം അവനത് എൻജോയ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അവനങ്ങനെ ഇവിടെ വരുമ്പോഴുള്ള ഒറ്റയ്ക്കുള്ള അതൊന്നും അവനങ്ങനെ ഇല്ല. കോമൺ എന്താണോ അത് അവൻ കഴിക്കുന്നത് ഞാൻ കണ്ടു. എല്ലാവരും കൂടെ കിടക്കുന്നത് കണ്ടു. ഗെയിംസിനെയും ടോയ്സിനെയും പറ്റിയല്ലാതെ അവർ ലേറ്റ് നൈറ്റ് വേറെ മൊബൈലും കൂടി ചിന്തിക്കാതെ സംസാരിച്ചിരിക്കുന്നത് കണ്ടു. ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. നമ്മളെപ്പോലെ തന്നെയാണ് അവരും ഇതൊക്കെ എൻജോയ് ചെയ്യുന്നത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് തിരിച്ച് വരുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചൈൽഡ്ഹുഡിനെ പറ്റി പറയുമ്പോൾ അവൻ ഇത് ഓർക്കും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ്. അതുപോലത്തെ ഒരു മീ ടൈം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണമായിരുന്നു. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ.